പൊതുസ്ഥലത്ത് വൻതോതിൽ മാലിന്യം തള്ളിയതിന് മീഡിയ വൺ ചാനൽ മാനേജിംഗ് എഡിറ്റർ സി ദാവൂദിനെതിരെ കേസ്. മലപ്പുറം വാഴക്കാട് പോലീസാണ് കേസെടുത്തത്. എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുകയായിരുന്നു. എന്നാൽ ഒരാഴ്ച പിന്നിട്ടിട്ടും ദാവൂദിനെ അറസ്റ്റ് ചെയ്തില്ല. പിഴ അടയ്ക്കാനും ദാവൂദിന് വാഴക്കാട് പഞ്ചായത്ത് നോട്ടീസ് നൽകിയിട്ടുണ്ട്. വിവരങ്ങളുമായി രമ്യാദാസ് ചേരുന്നുണ്ട്. രമ്യ, വാ തുറന്നാൽ അങ്ങേയറ്റം ഇത്തരത്തിൽ നിലപാടുകൾ വ്യക്തമാക്കുന്ന ഒരാളാണ് ദാവൂദ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളൊക്കെ പുതിയ മാധ്യമപ്രവർത്തകരൊക്കെ അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ കണ്ടിങ്ങനെ അന്താളിച്ചിരിക്കാറുണ്ട്. അത്തരത്തിൽ നിലപാടുകളുള്ള ഒരു മനുഷ്യനാണ് ഈ ദാവൂദ് എന്ന് പറയുന്നത്. പക്ഷേ ഇത്തരം കാര്യങ്ങളിൽ അദ്ദേഹത്തിൻ്റെ നിലപാട് എന്താണെന്ന് ഈ വാർത്തയിലൂടെ പ്രേക്ഷകർക്ക് ഒരുപക്ഷെ മനസ്സിലായി കാണും. ഇത്രയ്ക്ക് ബോധമില്ല. എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ പൊതുസ്ഥലത്ത് മാലിന്യം തള്ളുന്നു, പിന്നീട് പിഴയടയ്ക്കാൻ നോട്ടീസ് വരുന്നു, പക്ഷേ പിഴയടയ്ക്കുന്നില്ല, പക്ഷേ പോലീസ് ഇദ്ദേഹത്തിനെതിരെ ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല. അതാണ് ഇതിലെ ഒരു വിരോധാഭാസം എന്ന് പറയുന്നത്. എന്താണ് ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ? ദാവൂദിനെ പേടിയാണോ പോലീസിന്? രാഖി, അശ്വതി ഈ വിഷയത്തിൽ അശ്വതി സൂചിപ്പിച്ചത് തന്നെയാണ്. കാരണം ഒരാഴ്ചയായി ഇത്തരത്തിൽ ഈ ഒരു മാലിന്യ വിഷയവുമായി ബന്ധപ്പെട്ട് ദാവൂദിനെതിരെ ഈ പഞ്ചായത്ത് നോട്ടീസ് നൽകുകയും അതുപോലെ തന്നെ ഈ വിഷയങ്ങളെല്ലാം ഉണ്ടായിട്ട്, കാരണം ഈ ജനവാസ മേഖലയിലാണ് വൻതോതിൽ ഈ മാലിന്യം, അത് പ്ലാസ്റ്റിക് മാലിന്യം ഉൾപ്പെടെ തള്ളിയത്. ഇത് നാട്ടുകാരാണ് ആദ്യം കാണുന്നത്. തുടർന്നാണ് ഈ മാലിന്യം പരിശോധിക്കുന്നത്. അതിൽ നിന്നാണ് ഇത് ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട, അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്നാണെന്ന് തെളിയിക്കുന്ന ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട ചില രേഖകളെല്ലാം തന്നെ ഈ മാലിന്യത്തിൽ നിന്ന്, പ്ലാസ്റ്റിക് മാലിന്യം ഉണ്ടായിരുന്നു, അതോടൊപ്പമുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. ഇതിൽ നിന്നെല്ലാം ഇത്തരത്തിലാണ് ഇദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്നാണ് ഇത്തരത്തിൽ ഈ മാലിന്യം കൊണ്ട് തള്ളിയത് എന്നുള്ളതെല്ലാം മനസ്സിലാവുന്നത്. ഇതിനെ തുടർന്നാണ് പാലക്കാട് പഞ്ചായത്തും എല്ലാം ഇതിനെതിരെ നടപടിയെടുക്കുന്നു, പോലീസിൽ പരാതി പോകുന്നു. പക്ഷേ ഈ പോലീസിൽ പരാതി പോയിട്ടും, അല്ലെങ്കിൽ ഇത്തരത്തിൽ പഞ്ചായത്ത് ഈ മാലിന്യം പൊതു ഇടത്ത് തള്ളിയതിനെതിരെ ഒരു നോട്ടീസും അതുപോലെ തന്നെ പിഴ ഈടാക്കുകയെല്ലാം ചെയ്തിട്ടും ഇതുവരെയായിട്ടും ഈ വിഷയത്തിൽ യാതൊരു നടപടിയും പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. എന്നാൽ പഞ്ചായത്ത് പിഴയിട്ടതിന് പിഴ കൊടുക്കാനോ ഇദ്ദേഹം തയ്യാറായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഏറെ വിരോധാഭാസം. കാരണം പല വിഷയങ്ങളിലും വലിയ രീതിയിലുള്ള നിലപാടുകളെല്ലാം സ്വീകരിക്കുമ്പോഴും ഇത്തരത്തിൽ തനിക്കെതിരെ വന്ന ഒരു കേസിൽ, അല്ലെങ്കിൽ തനിക്കെതിരെ പിഴ ചുമത്തിയ കേസിൽ യാതൊരു നടപടിക്കും അദ്ദേഹം തയ്യാറാവുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം അതിനാൽ തന്നെയാണ് ഈ നിലപാടുകളെയാണ് പലപ്പോഴും ചോദ്യം ചെയ്യേണ്ടി വരുന്നത്. കാരണം ഒരു വിഷയത്തിൽ എടുക്കുന്ന നിലപാടുകൾ, എന്നാൽ സ്വന്തം കാര്യം വരുമ്പോൾ ഇത്തരത്തിൽ എങ്ങനെയാണ് ഒരു നിഷ്ക്രിയമായി പെരുമാറാൻ കഴിയുന്നത് എന്നുള്ളത് തന്നെയാണ്. കാരണം പൊതുമധ്യത്തിൽ പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ തള്ളുന്നത് ശിക്ഷാർഹം തന്നെയാണ്. ഈ വിഷയത്തിലാണ് വാഴക്കാട് പഞ്ചായത്തിൽ പരാതി നൽകുന്നതും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹത്തിനെതിരെ ഒരു നോട്ടീസ് എല്ലാം കൊടുക്കും, പിഴയടക്കുന്നതിനുള്ള നോട്ടീസ് എല്ലാം കൊടുക്കുന്നത്. പക്ഷേ വിവരങ്ങൾ വളരെ വ്യക്തമാണ്, കൃത്യമാണ്. എന്തായാലും സി ദാവൂദ് എന്ന മാധ്യമ പ്രവർത്തകന്റെ മറ്റൊരു മുഖമാണ് ഇപ്പോൾ പ്രേക്ഷകർക്ക് മുൻപിൽ വെളിപ്പെട്ടിരിക്കുന്നത്. വീട്ടിലെ പ്ലാസ്റ്റിക് മാലിന്യം ഉൾപ്പെടെ ഇങ്ങനെ പൊതുസ്ഥലത്ത് കൊണ്ടങ്ങ് തള്ളിയിട്ട് രക്ഷപ്പെട്ടു പോവുകയാണ്. എന്തായാലും കേസ് ഇതുവരെയും രേഖപ്പെടുത്തിയിട്ടില്ല. ഒപ്പം ഈ കേസ് രേഖപ്പെടുത്തിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ ഇദ്ദേഹം ഇതുമായി ഒരു നടപടിയിലും അദ്ദേഹം സഹകരിക്കുന്നില്ല, പിഴ ഒടുക്കാനും അദ്ദേഹം നിൽക്കുന്നില്ല. എന്തായാലും നിലപാടുകളുടെ മീഡിയ വണ്ണിലെ പ്രധാനപ്പെട്ട നിലപാടുകളൊക്കെ പ്രേക്ഷകർക്ക് മുൻപിലെത്തുന്ന മാധ്യമപ്രവർത്തകനാണ് ദാവൂദ് എന്ന് പറയുന്ന അദ്ദേഹം. എന്തായാലും ഇനിയെങ്കിലും പോയ പിഴയെങ്കിലും അടച്ച് അറസ്റ്റിൽ നിന്നുള്ള ആ നാണക്കേടിൽ നിന്നും ഒഴിവാകണമെന്നാണ് ഞങ്ങളുടെയൊക്കെ ഒരു അഭ്യർത്ഥന എന്ന് പറയുന്നത്. നാളെ ഈ വാർത്ത പിഴയടച്ചു എന്ന് കൊണ്ട് വായിക്കാൻ സാധിക്കട്ടെ.